അസ്സലാമു അലൈക്കും. അക്യുപങ്ചർ ചികിത്സയുടെ മേന്മ ഓരോ ദിവസവും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് മിറാക്കിൾ റിസൾട്ടുകൾ തന്നെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പലതും വീഡിയോ ആക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. തിരക്കുകൾ കാരണവും സമയമില്ലാത്തത് കാരണവും പിന്നെ ചില ആളുകൾക്ക് എന്താ പറയാ ഫേസ് മീഡിയക്ക് മുമ്പിൽ വരുന്നതിനുള്ള മടി, അവരുടെ പ്രൈവസി ഇഷ്യൂ. അപ്പൊ അത്തരക്കാരും നമ്മൾ ആരെയും വീഡിയോ എടുക്കാനൊന്നും ഫോഴ്സ് ഒന്നും ചെയ്യാറില്ല. പക്ഷെ മിറാക്കിൾ റിസൾട്ടുകൾ കാണുന്ന സമയത്ത് നമുക്ക് ആഗ്രഹം ഉണ്ടാവാറുണ്ട് ഇതൊക്കെ ആളുകളിലൊക്കെ ഒന്ന് അറിയിക്കണം. കാരണം നിങ്ങളൊരു സൂചി കുത്തിയിട്ട് എന്താവാനാന്ന് ചോദിക്കുന്നവരോട് അവർക്കൊരു മറുപടി. അത് മാത്രമല്ല, സെയിം അവസ്ഥ അനുഭവിച്ച് എന്താ പറയാ ചികിത്സാലയങ്ങളിലെല്ലാം മാറി മാറി ഓടിക്കൊണ്ടേയിരിക്കുന്ന ഒരുപാട് പാവങ്ങൾ ഉണ്ടാവും. അപ്പൊ അവർക്കൊരു അറിയിപ്പ് കൂടിയാണ് ഇങ്ങനെ ഒരു ചികിത്സ ഉണ്ടെന്നും ഈ ചികിത്സയിൽ ഇത്തരം വിഷയങ്ങൾക്ക് റിസൾട്ട് ഉണ്ടെന്നുള്ളതും. അതിൽ പെട്ടതാണ് ഇപ്പൊ നമ്മുടെ അഷ്കർക്ക. അഷ്കർക്ക അഷ്കർക്ക് ഒരുപാട് പ്രയാസമുള്ള ആളാണ്. ഒരുപാട് പ്രയാസങ്ങൾ എന്ന് പറഞ്ഞാല് പിന്നെ ഷുഗറിന്റെ പ്രശ്നമുണ്ട്, പിന്നെ നടക്കാൻ പ്രയാസമുണ്ട്, ബോഡി പെയിൻ ഉണ്ട്, പിന്നെ കാലിന്റെ അടിയൊന്നും ചവിട്ടിയാൽ അറിയാത്ത പോലെ, ഇങ്ങനത്തെ ഒരുപാട് വിഷയങ്ങളുണ്ട്. പിന്നെ എപ്പോഴും രാവിലെ എണീക്കുമ്പോൾ ബോഡിക്കൊക്കെ ഒരു ബോഡി ടൈറ്റ് ആയ അവസ്ഥ, പിന്നെ മിക്ക സമയത്തും മോഷൻ ഇഷ്യൂ, പിന്നെ കണ്ണിൽ എപ്പോഴും കണ്ണീര് നിറഞ്ഞ പോലത്തെ അവസ്ഥ, പിന്നെ കണ്ണ് ബ്ലറാവുന്ന അവസ്ഥ, ഇങ്ങനത്തെ ഒരുപാട് പ്രയാസങ്ങളുള്ള ഒരാളായിരുന്നു അഷ്കർക്ക. ഇപ്പൊ അൽഹംദുലില്ലാ ഒരുപാട് മാറ്റങ്ങൾ വന്നു. അതിൽ മിറാക്കിൾ പൂർണ്ണമായും മാറിയിട്ടില്ല, ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും പ്രയാസങ്ങൾ കുറയാനുണ്ട്. പക്ഷെ ഇവിടെ ഒരു മിറാക്കിൾ റിസൾട്ട് വന്നെന്ന് പറഞ്ഞാല് 10 വർഷത്തോളമായിട്ട് അദ്ദേഹത്തിന്റെ ഐബോൾ അനങ്ങില്ലായിരുന്നു. കാരണം മയസ്തീനിയ ഗ്രാവിസ് എന്നാണ് അലോപ്പതി ഡോക്ടേഴ്സ് വിധി എഴുതിയത്. ഈ ഒരു ഇഷ്യൂ കാരണം അദ്ദേഹം കാണിക്കാത്ത ഡോക്ടേഴ്സ് ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇവിടെ വരുന്ന സമയത്തും അദ്ദേഹത്തിന് അതിൽ ഹോപ്പൊന്നും ഉണ്ടായിട്ടില്ല. മറ്റു പ്രയാസങ്ങളാണ് അദ്ദേഹം കാര്യമായിട്ട് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു പ്രയാസം അൽഹംദുലില്ലാ മാറി. അദ്ദേഹത്തിന്റെ ഐബോൾ ചലിച്ചു. 10 വർഷങ്ങൾക്ക് ശേഷം ചലിച്ചത് അവർ ശ്രദ്ധിക്കുക പോലും ചെയ്തില്ല എന്നുള്ളതിന്റെ കാരണം അവരതിനെ ഒഴിവാക്കി വിട്ടതായിരുന്നു. അവരാരും അത് ശ്രദ്ധിച്ചിട്ടില്ല. കാരണം 10 വർഷത്തോളമായിട്ട് അങ്ങനെയാണ്, ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് ഡോക്ടേഴ്സ് വിധി എഴുതിയത്. അപ്പൊ അതിനി മാറാനൊരു സാധ്യതയില്ല എന്നുള്ള കൺസെപ്റ്റിലായിരുന്നു. പക്ഷെ അൽഹംദുലില്ലാ അപ്പം 3 ആഴ്ചയായി അത് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് മനസ്സിലാക്കിയിട്ട് ഇപ്പൊ നല്ല രീതിയിൽ ഇപ്പൊ എല്ലാവരും തിരിച്ചറിയാൻ തുടങ്ങിയ സ്റ്റാർട്ടിങ്ങിൽ പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്യാൻ പറ്റാത്ത ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇപ്പൊ നല്ല രീതിയിൽ ഐബോൾ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ എടുക്കാനുള്ള സമയം കിട്ടാത്തത് കൊണ്ട്, ക്ലിനിക്കിലെ തിരക്ക് കാരണം സമയം കിട്ടാത്തത് കൊണ്ട് നമ്മളത് പെൻഡിങ് വെച്ചേക്കായിരുന്നു. അപ്പൊ ഇന്നൊരു ഗ്യാപ്പ് എടുത്തിട്ട് വീഡിയോ എടുക്കുകയാണ്. ബാക്കി ഡീറ്റെയിൽസ് ഇൻഷാ അല്ലാഹ് അഷ്കർക്ക പറയും. അസ്സലാമു അലൈക്കും. നമ്മളൊരു വലിയ സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇത് അഷ്കർക്ക് എവിടെ, സ്ഥലം എവിടെയാണോ? ഞാൻ ചേർവള്ളി ഒസമട്ട, തലശ്ശേരിക്ക് അടുത്തായിട്ടാണ് വരുന്നത്. അഷ്കർക്ക് ഇവിടെ വന്നത് 8-ാം മാസം 10-ാം തീയതി ഇവിടെ ഫസ്റ്റ് കൺസൾട്ടിങ്ങിന് വന്നു. അപ്പൊ ഇന്ന് ഡേറ്റ് 11-ാം മാസം 9-ാം തീയതി. പക്ഷെ നമ്മൾ 2 ആഴ്ച മുമ്പാണ് നമ്മൾ ഈ ഒരു മാറ്റം ഒബ്സർവ് ചെയ്തത്. പക്ഷെ വീഡിയോ എടുക്കാനുള്ള ഒരു സമയവും സാഹചര്യം ഉണ്ടായിട്ടില്ല ക്ലിനിക്കിലെ തിരക്ക് കാരണം. അപ്പൊ അതുകൊണ്ട് വീഡിയോ എടുക്കാൻ വൈകിപ്പോയതാണ്. അഷ്കർക്കിന്റെ പ്രശ്നം മയസ്തീനിയ ഗ്രാവിസ് എന്ന മയസ്തീനിയ ഗ്രാവിസ് എന്നൊരു അപൂർവ രോഗം. അത് ന്യൂറോൺസും മസിൽസും ഒക്കെ ബന്ധപ്പെട്ടുള്ള ഒരു അലോപ്പതി ടേം ആണ് മയസ്തീനിയ ഗ്രാവിസ് എന്നത്. അക്യുപങ്ചറിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഓരോ രോഗത്തിന് ഓരോ പേര് അങ്ങനെ ഇല്ല. നമ്മളെല്ലാം ഇംബാലൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. പക്ഷെ പൊതുജനങ്ങൾക്ക് എപ്പോഴും ഈ അലോപ്പതിക് ടേം ആയിട്ടുള്ള രോഗങ്ങളുടെ പേര് പറയുമ്പോഴാണ് പൊതുജനങ്ങൾക്ക് അത് മനസ്സിലാവുക. അങ്ങനെ അഷ്കർക്ക് പല സ്ഥലത്തും കാണിച്ചു. എന്താണ് അത് വിഷയം എന്ന് അഷ്കർക്ക് പറയും. എന്താണ് മയസ്തീനിയ ഗ്രാവിസ്, എന്തൊക്കെയായിരുന്നു പ്രയാസങ്ങൾ ഉണ്ടായതെന്ന്? കണ്ണിന്റെ പോള കാണും, കണ്ണ് കൃഷ്ണമണി ചലിക്കൂല, ഐബോള് ചലിക്കൂല. പിന്നെ നടക്കാനൊരു പ്രയാസം. പിന്നെ ഇപ്പൊ ഈ ഐബോള് ചലിച്ചത് 3 ആഴ്ച മുമ്പാണ് ഞാനത് കണ്ട് ശ്രദ്ധയിൽപ്പെട്ട് അഷ്കർക്ക് ഐബോള് ചലിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷായി അല്ലെ?
വല്ലാത്ത സന്തോഷമില്ല. എത്ര എത്ര കാലമായി ഐബോള് ചലിക്കാത്തത്? ഏകദേശം 8 10 വർഷമായി. 10 വർഷത്തോളായി. അപ്പൊ 10 വർഷത്തോളായിട്ട് ചലിക്കാതെ ഇരുന്നത് കൊണ്ട് ചലിച്ചത് പോലും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നുള്ളതിലാണ് അതൊരു തമാശ. കാരണം ഇവിടെ വന്ന് കൺസൾട്ടിങ് സമയത്താണ് ഞാൻ പറഞ്ഞത് അഷ്കർക്ക് കണ്ണ് ചലിക്കുന്നുണ്ടല്ലോ അല്ലെ. അപ്പോ അത്ര പോലും അവര് ഒഴിവാക്കിയ കേസായിരുന്നു എന്ന് പറയാം. 10 വർഷമായിട്ട് ഐബോള് ചലിക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അൽഹംദുലില്ലാ ചലിക്കുന്നുണ്ട്. പിന്നെ വേറെ എന്തൊക്കെയാണ് ഇപ്പൊ മാറ്റങ്ങൾ ഉള്ളത്? നമ്മളിപ്പോ ചികിത്സയിൽ നിന്നോണ്ടിരിക്കാൻ ഒരുപാട് പ്രയാസങ്ങളുള്ള ആളാണ്. പ്രയാസങ്ങൾ ഫുള്ളായിട്ട് മാറിയിട്ടൊന്നുമില്ല. ശരീരം വേദന ഉണ്ടായിരുന്നു, അതെല്ലാം ഇപ്പൊ വളരെ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ നടക്കാണെങ്കിൽ പ്രയാസം കുറഞ്ഞിട്ടുണ്ട്, ഇനി പൂർണ്ണമായും ശരിയായിട്ടില്ല. ഒന്നുകൂടി ഇമ്പ്രൂവ് ആവാനുണ്ട്. പക്ഷെ ഇതന്നെ വലിയ റിസൾട്ട് ആണ്. മാഷാ അല്ലാ, 10 വർഷത്തിന് മേലെ ആയിട്ട് ഐബോൾ ചലിക്കാത്ത ഐബോള് നല്ല രീതിയിൽ ചലിക്കുന്നു ഇപ്പോ അല്ലെ. അതെ 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 അതെ. അത് ജസ്റ്റ് ആളുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എന്താണ് ഈ ഒരു വിഷയത്തിൽ അഷ്കർക്ക് എന്താണ് മറ്റുള്ളവരോട് പറയാനുള്ളത്? ഇതാണ് കൂടുതൽ നല്ല ട്രീറ്റ്മെന്റ് എന്നുള്ളത്. അല്ല, ട്രീറ്റ്മെന്റ് ഒരുപാട് നല്ല ട്രീറ്റ്മെന്റുകൾ ഉണ്ട്. പക്ഷെ അഷ്കർക്കൊക്കെ റിസൾട്ട് കിട്ടിയത് ഇതാണ് അല്ലെ. അപ്പൊ ഈ ഒരു വിഷയത്തിൽ എവിടെയൊക്കെ കാണിച്ചു? മൈസ്തീനിയ ഗ്രാവിസിന് വേണ്ടിയിട്ട് എവിടെയെങ്കിലും കാണിച്ചോ? എന്താണ് ഡയഗ്നോസ് ചെയ്യേണ്ട കാരണം എന്തായിരുന്നു? ഞാന് മായി ഹോസ്പിറ്റലിലായി കണ്ണ് കാണിച്ചായിരുന്നു. അപ്പൊ അവിടുന്നാണ് പറഞ്ഞത് എനിക്ക് ഇങ്ങനെ തറാറുണ്ട്, ന്യൂറോനെ കാണിക്കണമെന്ന്. അങ്ങനെ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ കാണിച്ചു, മംഗലാപുരം ജ്ഞാനപ്പയെ കാണിച്ചു, യൂണിറ്റി കാണിച്ചു, ഇന്ത്യാന ഹോസ്പിറ്റലിൽ കാണിച്ചു, തലശ്ശേരി ഇന്ദിരാഗാന്ധി കാണിച്ച്. അവിടെ നിന്നൊന്നും സുഖമായിട്ടില്ല. ഗുളിക തരും, പക്ഷേ അത് കൂടുതൽ ബെറ്റർ ആവില്ല, അതേമാതിരി പിടിച്ചു നിൽക്കാന്നുള്ളൂ എന്ന് പറഞ്ഞു. ഗുളിക മാത്രം കഴിക്കാൻ. ഇപ്പൊ ഗുളികകളെല്ലാം ഉപേക്ഷിച്ചിട്ട് ഇപ്പൊ എത്രയായി? 4-5 മാസമായി. കാരണം ഇതിലൊന്നും ഒരു മാറ്റം ഇല്ലാത്തത് കൊണ്ട് അത് ഉപേക്ഷിച്ച് 3 മാസമായി ട്രീറ്റ്മെന്റ് ചെയ്തു. ഇപ്പൊ എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത്? എങ്ങനെയാണ്? ഇവിടെ എന്റെ ഫ്രണ്ട് മുഖാന്തരം ഫ്രണ്ട് സജസ്റ്റ് ചെയ്തതാണ്. ഓക്കെ, ഇൻഷാ അല്ലാ. താങ്ക് യു. അസ്സലാമു അലൈക്കും.